So good morning to all. നമ്മുടെ ഗ്രാഫ് 3 ഡൈജസ്റ്റർ അൽഗോരിതം കഴിഞ്ഞ ക്ലാസ്സിൽ മോഡ്യൂൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അൽഗോരിതമാണ് ഡൈജസ്റ്റർ അൽഗോരിതം. അത് നോക്കിയായിരുന്നു, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഇനി ഡൈജസ്റ്റർ അൽഗോരിതത്തിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഒന്നും കൂടി വർക്കൗട്ട് ചെയ്യുന്നുള്ള പ്രോബ്ലമാണിത്. ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അതുപോലെ കണ്ടിന്യൂസ് 2-3 പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ നമുക്കിത് തറവാകത്തുള്ളൂ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത പ്രോബ്ലം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എങ്ങനെയാണ് അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഡൈജസ്റ്റർ അൽഗോരിതം ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയായിരിക്കും: ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം എ ടു ഡി യൂസിങ് ഡൈജസ്റ്റർ അൽഗോരിതം. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഇതാണ്. എ ടു ഡി വരെയുള്ള നമുക്ക് എന്ത് കണ്ടെത്താം? ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടെത്താം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ്. സോ ഇവിടെ എ ഇവിടെയാണ്, ഡി ഇവിടെയാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് നോഡ്, ഇതാണ് ടാർജറ്റിംഗ് നോഡ്. ഓക്കെ, നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. സോ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് സ്റ്റെപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് ആണെന്നേ ഉള്ളൂ. സോ സ്റ്റെപ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്സും അതേപോലെ നമ്മുടെ എല്ലാ നോട്ട്സും എഴുതിയിട്ടുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി വരെ എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ എ തൊട്ട് ഡി വരെ ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് നോഡ് വെച്ചായിരിക്കും? നമ്മുടെ സ്റ്റാർട്ടിങ് നോഡാണ് എ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എയുടെ അവിടെ എന്ത് കൊടുക്കും? എ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നോഡ് എയുടെ അവിടെ തന്നെ നമ്മൾ 0 ഇനിഷ്യലൈസ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ളതിനെല്ലാം എന്ത് കൊടുക്കും? ഇൻഫിനിറ്റി വാല്യൂ കൊടുക്കും. ഓക്കെ, ഇൻഫിനിറ്റി വാല്യൂ ആണ് നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ നോക്കുക. അടുത്ത് എയിൽ നിന്ന് 2 വെർട്ടിസസ് ആണ്